ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് അവർക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാം, ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാം. അതൊരു ഹെൽത്തി ഫുഡാണ്. അപ്പം വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർ ഒന്ന് ഉരുകി വരുമ്പം നമുക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് ചെറിയൊരു ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാബേജും കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർക്കുന്നുണ്ട്. കുട്ടികൾക്കായതുകൊണ്ട് ഒത്തിരി എരിവിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് നേരം നിന്ന് വഴറ്റേണ്ട ആവശ്യമില്ല. 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ആഡ് ചെയ്യാം. അതെല്ലാം വാടിയതിന് ശേഷം മാത്രമേ തക്കാളി ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ തക്കാളി ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകും. അത് പാടില്ല. നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം, ആ രീതിയിൽ എടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ചോപ്പറിൽ അടിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ചെറിയൊരു കപ്പ് അളവിൽ ചിക്കനാണ്. വേവിച്ച് വെച്ച ചിക്കന് ചോപ്പറിലൊന്ന് അടിച്ചെടുത്തതാണ്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ആ മസാലയായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ചിക്കനിൽ ഉപ്പ് കുറവായതുകൊണ്ട് ഒരു അല്പം മാത്രം ഉപ്പ് ചേർക്കാം. നോക്കിയിട്ട് മാത്രമേ ചേർക്കാവുള്ളൂ. എന്നിട്ട് വഴറ്റിയതിന് ശേഷം ഞാൻ കുറച്ച് മീറ്റ് മസാല പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു ടേസ്റ്റിന് വേണ്ടി. ഒരല്പം മാത്രം അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടി ബ്രെഡ് എടുക്കാം. ഞാൻ ഇവിടെ സാദാ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. കടയിൽ സാൻഡ്വിച്ചിനുള്ള ബ്രെഡ് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ സാദാ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അരികൊക്കെ നമുക്കൊന്ന് മുറിച്ച് മാറ്റാം. മുറിച്ച് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഇപ്പോൾ അരികൊക്കെ മുറിച്ച് മാറ്റി. ഇനി നമുക്കിത് ഒരു ചപ്പാത്തി കോല് കൊണ്ട് പരത്തിയെടുക്കണം. ഇത് പരത്തുന്നത് വെച്ചാൽ ബ്രെഡ് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഈ ഫില്ലിംഗ് ഒക്കെ വെക്കുമ്പോൾ ബ്രെഡ് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് പരത്തി വെക്കുന്നത്. അപ്പം കുറച്ചൊന്ന് ബലത്തിൽ ഇരുന്നോളും. ഇതെല്ലാം പരത്തി ഞാൻ എടുത്തു. ഇനി ഞാൻ സൈഡിൽ കുറച്ച് വെള്ളം തൊട്ട് കൊടുക്കുവാണ്. ഫില്ലിംഗ് ഒന്നും വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത് ഒട്ടിച്ച് കൊടുക്കണം. മൈദ വെച്ച് ഒട്ടിക്കാം, പക്ഷെ ഞാൻ മൈദ എടുത്തില്ല, സാധാ വെള്ളം വെച്ച് ഒട്ടിക്കുവാണ്. എന്നിട്ട് ഫില്ലിംഗ് വെച്ചിട്ട് മറ്റൊരു ബ്രെഡും കൂടെ എടുത്തിട്ട് അതിലും കൂടെ ഇതേപോലെ സൈഡിൽ വെള്ളം തൊട്ട് തടകണം. വെള്ളം തൊട്ട് കൊടുത്താൽ മതി, തമ്മിൽ അങ്ങ് ഒട്ടിപ്പിടിച്ചോളും. ഫില്ലിംഗ് എല്ലാം വെച്ചിട്ട് അടുത്ത ബ്രെഡിൽ ഇതേപോലെ സൈഡിലെല്ലാം വെള്ളം നനച്ച് കൊടുക്കാം. നല്ല വെള്ളം നനച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് അതിൻ്റെ പുറത്ത് വെച്ച് ഒട്ടിച്ച് വെക്കാം. അപ്പം നമ്മൾ ഒന്ന് മൊരിച്ചെടുക്കുമ്പം ഫില്ലിംഗ് ഒന്നും വെളിയിൽ പോകത്തില്ല. എന്നിട്ട് പതുക്കെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഫില്ലിംഗ് ഒന്നും വെളിയിൽ പോകത്തില്ല. നമുക്ക് നന്നായിട്ടിത് പാനിലിട്ട് മൊരിച്ചെടുക്കുകയും ചെയ്യാം. കയ്യിലെടുത്തിട്ട് ഒരു സൈഡ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതി, അവിടെ ഇരുന്നോളും. നമുക്ക് അടുത്ത ബ്രെഡ് ഇതേപോലെ ചെയ്തെടുക്കാം. ഇതിങ്ങനെ എടുത്തിട്ട് സൈഡിലെല്ലാം വെള്ളം നനച്ച് കൊടുക്കാം. രണ്ടിൻ്റെയും ഇതേപോലെ വെള്ളം നനച്ച് കൊടുക്കാം. ഇതേപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പം ഒത്തിരി കുത്തി നിറച്ച് വെച്ച് കൊടുക്കേണ്ട, ബ്രെഡിൻ്റെ സൈസ് അനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ സാധാ ബ്രെഡ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് മാത്രമേ എനിക്ക് വെക്കാൻ പറ്റുന്നുള്ളൂ. സാൻഡ്വിച്ച് ബ്രെഡ് ആകുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ വെക്കാൻ പറ്റും. വെച്ചിട്ട് അടുത്ത ബ്രെഡും കൂടെ എടുത്ത് അതിന് മണ്ടയ്ക്ക് വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാ മൂലയും ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഇങ്ങനെ എനിക്കൊരു 8 എണ്ണം കിട്ടിയിട്ടുണ്ട്. 8 സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള ഫില്ലിങ് ഉണ്ടായിരുന്നു. 8 എണ്ണം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് മൊരിച്ചെടുക്കണം. അതിനുവേണ്ടി പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മാത്രം ബട്ടർ ഇട്ട് കൊടുക്കാം. അത് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് സാൻഡ്വിച്ച് ഇട്ട് മൊരിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം മൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. അതുകൊണ്ട് ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഇത് മൊരിച്ചെടുക്കാൻ വേണ്ടി. പെട്ടെന്ന് കരിയും, ബ്രെഡ് ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ എൻ്റെ ഒരു വശം മൊരിഞ്ഞ് റെഡിയായിട്ടുണ്ട്. ഇനി മറുവശം കൂടെ മൊരിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാം കേട്ടോ. ചിക്കൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഇട്ട 2 ബ്രെഡ് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ബ്രെഡ് ഇട്ട് കൊടുക്കാം. അത് ഇതേപോലെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മൊരിച്ചെടുക്കാം.
അല്ലെങ്കിൽ ഈ ബട്ടറിൻ്റെ മയം ഇല്ലെങ്കിലും അല്ലെങ്കിൽ നെയ്യായാലും കുഴപ്പമില്ല, ബട്ടറിന് പകരം നെയ്യായാലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ, അല്ലെങ്കിൽ ഒലിവ് ഓയിലായാലും ഉപയോഗിക്കാം. സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല, പക്ഷേ ബട്ടറിന് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പം ഞാൻ എല്ലാ സാൻഡ്വിച്ചും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത് തിന്നാൻ നല്ല ഇഷ്ടമായിരിക്കും. നല്ല ടേസ്റ്റാണ് സംഭവം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു.